അപ്പോൾ ഗൈസ് നമ്മുടെ ചെറിയൊരു ക്ലീനിങ് പരിപാടിയുണ്ട്. അതായത് ഈ നമ്മുടെ സാമ റൂം എന്ന് പറയുന്ന ഒരു റൂം ചെറിയൊരു ക്ലീൻ ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ ഞാൻ നമുക്ക് വീഡിയോ ഒക്കെ പോകാം. ഓക്കെ, അപ്പോൾ കുറച്ച് ടഫായിരിക്കും. ചിലപ്പോൾ കുറച്ച് സ്ലോ മോഷൻ, കുറച്ച് പാട്ടും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നതിനേക്കും ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ പോകാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഇതാണ് സാമ റൂം. അപ്പോൾ ഗൈസ് നമ്മൾ ഇതും ഈ ഒരു വിഗ്രഹവും പിന്നെ ഈ ജസ്റ്റ് പൗഡിയൊക്കെ ഒന്ന് പൊടി കെട്ടണം. പിന്നെ ഈ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ ഇവരൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകി വെക്കണം. ഇതൊന്നും എടുക്കുന്നില്ല, നമ്മൾ ജസ്റ്റ് ഇതിനകത്ത് പൊടിയും കാര്യങ്ങളും തട്ടുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യം ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ സെറ്റാക്കിയിട്ട് വരാം. സാധനങ്ങളൊക്കെ വെച്ച് കുറച്ച് ന്യൂസ് പേപ്പർ അതിൽ വിരിക്കാനുണ്ട്. അപ്പോൾ അതും ഇതൊക്കെ ലൈറ്റ് വെച്ച് നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഓക്കെ, ഇതൊക്കെ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഓക്കെ, എന്നിട്ട് അപ്പോൾ ഗൈസ് നമ്മളിവിടെ ഇതെടുത്തിട്ടുണ്ട്. ഇനി ഇത് ക്ലീനിങ് ആണ്. ചടിക്ക് അന്നെ അടിച്ചരാം. ഗൈസ് ഇത് ക്ലീൻ ചെയ്യണം. അതാണ് ഗൈസ് നമ്മളെ പരിപാടി. എല്ലാ ഇഷ്യൂ ഉണ്ടായിരുന്നു ചോദിച്ചാൽ വാങ്ങിയില്ലേ. ഗൈസ് ഓളോട് മാല വൃത്തിയാക്കുന്നുണ്ട്. പിന്നെ ഗൈസ് നമ്മളിവിടെ പേപ്പർ ഇട്ടെന്തിനാ വെച്ച് കഴിഞ്ഞാൽ നെലത്ത് പൊടിയായി കഴിഞ്ഞാൽ തുടച്ച് സീനാക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് അപ്പോൾ അതുകൊണ്ട് കേസ് നമ്മൾ പേപ്പർ ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് പേപ്പറിൽ ഇരുന്ന് പണി ചെയ്യുകയും ചെയ്യാം. പുറത്തേക്ക് കേസ് ഈ പേപ്പർ കൊണ്ടിട്ടാൽ മതി. പേപ്പർ നെഞ്ച് പേപ്പറിലല്ല, പുറത്തേക്ക് മാറി എടുക്കണില്ലല്ലോ, പേപ്പറിന് ഇങ്ങനെ നിൽക്കുകയല്ലേ. അപ്പോൾ അതൊക്കെ ഓളെ കൂർക്കാൻ മരിക്കണ്ട ഉറങ്ങാതെ, അത് പറ്റണില്ല. എന്താ അപ്പോൾ ഗൈസ് നമ്മൾ സെറ്റ് ചെയ്ത് വരാന്നല്ല ഗൈസ്, അല്ലെങ്കിൽ ഗൈസ് അതൊന്ന് കുറച്ച് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ വീഡിയോ എടുക്കാം. ഓക്കെ, ഗൈസ് ഇവിടുത്തെ പേപ്പർ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മളുടെ അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ് എന്താ നമ്മൾ ഇതൊക്കെ ക്ലീൻ ചെയ്യണം. അപ്പോൾ ഗൈസ് ഇത് ഏകദേശം ഇവിടെ നിന്ന് ക്ലീൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഗൈസ് ഇവിടെയൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഒന്ന് മൊത്തം ക്ലീൻ ചെയ്തിട്ട് വരാം. അപ്പോൾ അത് തന്നെ ഇവിടുത്തെ ഒക്കെ നമുക്ക് കൊണ്ടുപോയി കളയാനുള്ളതാണ്, എടുത്ത് വെക്കാനുള്ളതാണ്. ഗൈസ് ഇവിടെയൊക്കെ ജസ്റ്റ് നമുക്ക് തുടയ്ക്കൽ ജസ്റ്റ് പൊടി ഇങ്ങനെ തട്ടണം. ഇവിടെയൊക്കെ ഉണ്ടോ, അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് തട്ടിപ്പൊട്ട് കൊട്ടണം. അപ്പോൾ ഇവിടെ ഗൈസ് ചില ഫോട്ടോസൊന്നും കിട്ടില്ല, അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് തുടയ്ക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഫോട്ടോസൊക്കെ കൃഷ്ണൻ ഇതല്ലേ, ഇത് ഒട്ടിച്ചോ? അല്ല അത് എടുക്കാം, നമുക്ക് ഇതൊക്കെ എടുക്കാം. പിന്നെ ഇത് നമുക്ക് ഇവിടെ മാറ്റണം. ഇതല്ലേ, ഇത് എടുക്കണ്ട, അങ്ങനെ ഇത് രണ്ടും എടുക്കണ്ട. നമുക്ക് ഇത് ഇവിടെ ജസ്റ്റ് തുടക്കി വെച്ച് ഇവിടെ ഈ മാറാലെ തട്ടണം. ഏത് ഇതല്ലേ, അതിന് ഇതൊക്കെ ഞാൻ പറഞ്ഞു. ഇതൊക്കെ എടുക്കാം നമുക്ക്. ഇത് ഞാൻ കുറച്ചുകൂടി ക്ലീൻ ചെയ്തിട്ട് വരാം. 3 കാലായി ഞാൻ അതിന് 5 തുടക്കണേ, പണിയുണ്ടേ. ഇതിന് വിളിപ്പഴിച്ചാൽ കുറച്ചിട്ട് വരാം. അപ്പോൾ ഇത് ക്ലീൻ ആക്കിയിട്ട് ഗൈസ് ഈ ഒരു കളറിന് ഞാൻ തോന്നുന്നത്, പക്ഷെ കുറച്ചൊക്കെ വൃത്തിയാക്കി. അപ്പോൾ ഗൈസ് നമുക്ക് തുണിയോട് തുടച്ച് നോക്കാം. അപ്പോൾ കണ്ടോ ഗൈസ് അവളോട് മാല തുടയ്ക്കുന്നുണ്ട്. കണ്ടോ ഗൈസ് ജസ്റ്റ് ഒരു ഗൈസ് ഈ കളറും നല്ലൊരു എന്തൊരു കളറാണ്, പക്ഷേ ഗൈസ് കളറായി. അപ്പോൾ ഈ ലോക്കറ്റ് നോക്കിട്ടോ, ഈ ലോക്കറ്റിൻ്റെ ഈ ഭാഗം ഞാൻ ഏകദേശം ഈ ബ്രഷ് കൊണ്ടാണ് ഈ ഇത്രത്തോളം ക്ലീൻ ആക്കിയത്. ഇനിയിപ്പോൾ ഗൈസ് ഇതൊന്ന് തുടയ്ക്കണം. അപ്പോൾ തുടച്ചിട്ട് ഞാൻ വരാം. ഓക്കെ ഗൈസ് ഏകദേശം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഗൈസ് നമ്മളിവിടെ പേപ്പർ ഇട്ടിട്ടുണ്ട്. ഓക്കെ, കുറച്ചുകൂടി ടൈപ്പ് പേപ്പറാണ്. എന്ത് അടി അത് ഇതാവണല്ലോ, ആ ഉണങ്ങി കഴിയുമ്പോൾ ആ കളർ തന്നെ ആവുകയാണ്. അത്രേ ഉള്ളൂ ഇത് കളറ്. അതിനുശേഷം ഗൈസ് ഇപ്പോൾ കുറേ ഇതായില്ലേ. പിന്നെ ചിന്നോട് മാല ക്ലീൻ ചെയ്യുന്നുണ്ട്. ഗൈസ് ഈ ഫോട്ടോ ജസ്റ്റ് ഒന്ന് ഇതാക്കി വെച്ചിട്ടുണ്ട്, തുടച്ച് വെച്ചിട്ടുണ്ട്. ഗൈസ് വൃത്തി ഇത്രയും ഉള്ളത് ഇതിന് വൃത്തി ഞാൻ തുടച്ചപ്പോൾ മനസ്സിലായതാണ്. അപ്പോൾ ഗൈസ് ഇതിൻ്റെ അഴുത്തി ടൈൽസ് ഒന്നും കാണേണ്ടിയിരുന്നില്ല, അപ്പോൾ അതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് തന്നെ വൃത്തി. ഗൈസ് ഈ വിളക്ക് കഴുകാനുണ്ട്. പിന്നെ ഈ സാധനം മൊത്തം അടിക്ക് തട്ടിയിട്ട് ഇവിടെ നിന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. പിന്നെ ഇതിൻ്റെ ഫോട്ടോസൊക്കെ ജസ്റ്റ് തുടക്കാണ്. എടുക്കാൻ പറ്റുന്ന ഫോട്ടോസ് നമ്മൾ എടുത്തിട്ട് തുടയ്ക്കുന്നതായിരിക്കും.
പിന്നെ ജസ്റ്റ് നമ്മൾ കയറിയിട്ട് ഗൈസ് ആ ജസ്റ്റ് ഒന്ന് തുടയ്ക്കുന്നതായിരിക്കും കേട്ടോ ആ പെയിൻറ്റിങ്. അപ്പോൾ ചിന്നു ഇത്രഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഗൈസ് ഞങ്ങളൊരു ഇത്രഞ്ഞേ ഉള്ളൂ ഗൈസ്. ഇവിടെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യണം. അപ്പോൾ എന്തായാലും ഗൈസ് ഇത് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ കഴുകണം കേട്ടോ. ഇത് ഈ 2 വിളക്കും ഈ ഒരു കിണ്ടിയും ഗൈസ് കഴുകണം ഗൈസ്. അതൊക്കെയാണ്. അപ്പോൾ ഗൈസ് ഇത് നോക്കി ചളിവെള്ളമായിട്ടുണ്ട് ഗൈസ് കണ്ടോ. ഗൈസ് ഇതൊക്കെ ഞങ്ങൾ തുടച്ച് വെച്ചാട്ടോ. ഇതൊക്കെ ഞങ്ങൾ തുടച്ച് വെച്ചാൽ ഒരു ചിന്നി മായ തുടച്ച് വെച്ചാൽ കഴുകി വെച്ചതാണ്. അപ്പോൾ ഗൈസ് ഇതിൻ്റെ കളർ നോക്കും ഗൈസ്, നല്ല ഗോൾഡൻ കളറാണ്. അപ്പോൾ എന്തായാലും ഓക്കെ, ഞാൻ ഇതൊക്കെ റെഡി ആക്കിയിട്ട് തരാം. അല്ല പിന്നെ ഒരു ഉൾപ്പടിച്ച. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ ക്ലീൻ ചെയ്തു, ഇത് ക്ലീൻ ചെയ്തു, ഇത് ക്ലീൻ ചെയ്തു. ഇത് ക്ലീൻ ചെയ്തേ തോന്നുന്നില്ല. പൊടി പോയിട്ടുണ്ട്. ഗൈസ് ഇത് നമ്മൾ എടുത്ത് ക്ലീൻ ചെയ്തു, ഇത് നമ്മൾ എടുത്തിട്ട് ക്ലീൻ ചെയ്തു. അപ്പോൾ കണ്ട ഇവിടുത്തെ കുറേ ഇത് പോയിട്ടുണ്ട് ഗൈസ്, കുറേ പോയിട്ടുണ്ട്. ഫോക്കസ് ഉണ്ട് എൻ്റെ തലകൊണ്ടാണ്. ഫോക്കസ് കിട്ടി. അപ്പോൾ ഗൈസ് ഇനിയിപ്പോൾ നമ്മൾ ഈ ഏരിയ കൂടി ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പകുതി മുക്കാ പണി കഴിഞ്ഞു. എന്നിട്ട് ഗൈസ് ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് ഇവിടുത്തെ നമ്മളത്തെ ഫോട്ടോ എങ്ങനെ ഗൈസ് ആ കിടക്കണേ കൃഷ്ണൻ്റെ ഫോട്ടോ നല്ല രസമുണ്ട് ഗൈസ്, കാണാൻ നല്ല അലമ്പായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഷോർട്സ് ഇടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും 2-3 റീലൊക്കെ എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു, മൂഡ് പോയി. അപ്പോൾ എന്തായാലും നമുക്കിതൊക്കെ സെറ്റ് ചെയ്തിട്ട് കാണാം. അല്ല സെറ്റ് ചെയ്തിട്ടല്ല, ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുമ്പോൾ സെറ്റ് ചെയ്യുമ്പോഴൊക്കെ വരാം. ഓക്കെ, അപ്പോൾ പിന്നെ എന്തൊക്കെ തുടച്ചു നമ്മൾ ഗൈസ്? ആ 3 നമ്മൾ തുടച്ചു, ആ 3 മാല കേട്ടോ. ചിന്നു അടച്ചു, നമ്മളെ കുണുവാവ അടച്ചു, കുണുവാവ. ഓക്കെ, പിന്നെ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് തുടച്ച് വെച്ചിട്ടുണ്ട്. കാരണം ഇത് മറ്റേ എന്താണ് ഗ്ലാസ് പെയിന്റ് ആണ് അതിമുള്ളത്, പോവാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വല്ല പവറിലൊന്നും വെച്ചിട്ടില്ല. ജസ്റ്റ് ഒന്ന് അങ്ങനെ അത് കിട്ടും, നല്ല കിട്ടൽ കിട്ടും. തൽക്കാലം വേണ്ട. അപ്പോൾ ഈ നമ്മൾ ഇതൊക്കെ സെറ്റ് ഈ ആ ഫോട്ടോ ഈ നമുക്ക് ഇവിടെ വെക്കണം. അപ്പോൾ ഒരു സാധനം വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കത് നോക്കാം. ഓക്കെ, ഒരു ഗ്രൂപ്പ് അടിച്ചു ഞാൻ പൊട്ടിക്ക എന്നൊന്നും ആവൂല. ഇവിടെ 2 സൈഡും ഉണ്ട്. ഇടി അങ്ങനെ അപ്പുറത്തേക്ക് മുറിഞ്ഞോ മതി, അപ്പുറത്ത് വിളിക്കേ. വലിയ പിടുത്തൊന്നുമില്ലല്ലോ അൺബോക്സിങ്ങിനായിട്ട്. അടിക്കച്ചാ എന്തേ? അതാ തുണിയല്ല, ഇതിനുള്ളതാണ് ഷീറ്റ് വരുന്നത്. അതാണ് അതിൻ്റെ 6. ഏകദേശം ഈ ഒരു വലിപ്പമുണ്ടാവും, എൻ്റെ വലിപ്പമുണ്ടാവും. എൻ്റെ വളേ ഒരു ഇത് ഓക്കെ, ഞാൻ സെറ്റ് ചെയ്ത് കളിച്ചാലോ? സെറ്റ് ചെയ്യണോ? സെറ്റ് ചെയ്താലോ ചെയ്യാല്ലേ? എന്നാ വാ ഗൈസ് നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ ഗൈസിൻ്റെ സെറ്റാക്കിയിട്ടു ആരെങ്കിലും വന്നതിന് നല്ല കോമഡി ആവും ഗൈസ്. ഇതാണ് ഗൈസ് സാധനം. അത്യാവശ്യം അത് ഇതിൻ്റെ ഉള്ളിൽ നിർത്തോ. ചവിട്ടിക്കൊള്ളും. ഓക്കെ, നമുക്ക് സെറ്റ് ചെയ്തിട്ട് കാണാം. പൊട്ടപ്പുറം കാണിച്ചിട്ട് ഇപ്പോൾ ശരിയാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല സത്യം പറയുന്ന ചെറുത് അണിഞ്ഞു വെക്കും. അത് കുഴപ്പമില്ല, നമുക്ക് നോക്കാം, വെച്ചിട്ട് നോക്കാം. ഓക്കെ, വെച്ചിട്ട് കാണാം. അപ്പോൾ ഇതാണ് നമ്മൾ സെറ്റാക്കിയിരിക്കുന്നത്. അമ്മയ്ക്ക് ഫോട്ടോ അയച്ചെടുക്കാൻ ഈ ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. ഞാൻ ഫോട്ടോ എടുക്കട്ടെ. അപ്പോൾ ഗൈസ് നമ്മൾ ലാസ്റ്റായിട്ട് ഗൈസ് ഈ സാധനം നമ്മൾ വെച്ചിട്ടുണ്ട്. താങ്ക് പറഞ്ഞ് ഏൽപ്പിച്ചാന്ന് പറയുകയില്ല, ഫ്രഷ് ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ ഗൈസ് ഇവിടെ എന്തെങ്കിലും വെക്കണം എന്ന് നോക്കണം. ഗൈസ് ഇവിടെ നമുക്കൊരു ഫോട്ടോ കൂടി വെക്കാണ്ടായിരുന്നു, പക്ഷേ ഏത് ഫോട്ടോ ആണെന്ന് എനിക്ക് പിടുത്തമില്ല. ഒരു കൃഷ്ണൻ്റെ ഫോട്ടോ ആണ്.
ചത്താളാ. കൃഷ്ണനെ ഫോട്ടോ അടിച്ചിട്ടുണ്ട്. ഇനി അടുത്തെന്താ? അടുത്തത് ഇനി ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ കേട്ടോ. ഇതൊക്കെ ഒരു ക്ലീൻ ചെയ്തിട്ട് ഇത് വെക്കുന്നത് കാണിച്ചു. ഇനി ഈ മാലയും കൂടി മേലെ കൂടണം. ഇതല്ലുള്ളൂ മാല. മാല കഴിഞ്ഞു. അപ്പോൾ ഈ സിനിമ മാല വേഗം പോയിടണം. ഓക്കെ, കെട്ടാൻ പോവാ. കേട്ടില്ലല്ലോ? ഇജന്നെ പറഞ്ഞ ചെയ്യപ്പെട്ടനായതുകൊണ്ട് അവിടെ പട്ടണേ. जटाटवीगलज्जल प्रवाह पावितस्थले कलेवलम्ब्यलम्बितां भुजङ्गतुङ्गमालिकान्तमड्डमड्डमड्डमन्निनादवड्डमर्वयं चकार चण्डताण्डवं तनोतु नः शिव शिव. കാലത്തൊക്കെ പാർപ്പോയി വെച്ചിട്ട് അവിടെ പ്രശ്നം. ശ്രീദേവി ശ്രീദേവിയാണ് കളയാം. ഈ ഫസ്റ്റ് ഇന്നൊക്കെ കൊണ്ടുപോയിട്ട് പുറത്തേക്ക് എന്നിട്ട് വേണം അടിച്ച് വാരാൻ. എനിക്ക് അവിടെ വെള്ളത്തിന് വെച്ചോട്ടോ. ഗൈസ് അപ്പോൾ നമ്മൾ പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. ഇത് കൃഷ്ണനാണ് ഗൈസ്. ഇതിൻ്റെ പേരെന്താ? ശ്രീലക്ഷ്മി അല്ലല്ലേ? അയ്യപ്പനല്ലേ? ഞാൻ ഈ ഭാഗത്ത് അങ്ങോട്ടാ പറഞ്ഞത്. ലക്ഷ്മി ലക്ഷ്മി അവിടെ ഉണ്ട്. അപ്പം ഞാൻ അപ്പുറത്ത് അതാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ശ്രീലക്ഷ്മി എന്ന് കൊടുത്തു. അപ്പോൾ ആണോ? അങ്ങനെ ഞാൻ വിചാരിച്ചു അതാണ് പേര്. ഇതായത് ശ്രീദേവി തോന്നണില്ല. ഇടയ്ക്കൊന്നും കാണില്ല. പറഞ്ഞേ ഉള്ളൂല്ലേ? അത് ഞാൻ അവിടെ തൂക്കിട്ടത് എന്തായിരുന്നു? ഫോൺ മെസ്സേജൊക്കെ വരുന്നുണ്ട്. കാരണം എന്തോ അത്ര ഇഷ്ടപ്പെട്ട ഫോട്ടോ അതാ. അതുകൊണ്ട് കുറെ നേരം അത് വെച്ചോണ്ടിരിക്കുന്നത്. ഈ കൊണ്ടുപോയി പുറത്തിട്ടിട്ടുണ്ടെങ്കിൽ അടിച്ചടിച്ച ഗൈസ്. ഞാൻ ഇവിടെയൊക്കെ അടിച്ചു വരിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, 8 കല്ലിക്കുന്നുണ്ട് ഗൈസ് ഇവിടെ കേട്ടോ. ഗൈസ് ഇവിടെ ഒന്നും ചവിട്ടാൻ പറ്റുന്നില്ല കേട്ടോ. അത്രയും പൊടിയാണ് കേട്ടോ ഇവിടെയൊക്കെ. ഇത് നമുക്ക് ഇവിടുന്ന് കിട്ടിയ മണ്ണാണ് കേട്ടോ. രണ്ടത്തേണോ? ഗൈസ് ഞാൻ ഇവിടെ അടിച്ചു തരുന്നുണ്ട്. എനിക്ക് വീഡിയോ എടുക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ഓക്കെ, തുടക്കേണ്ടി വരും കേട്ടോ. ഇവിടെ മൊത്തം പൊടിയാണ്. ഒരു മിനിറ്റ് ഞാൻ ഫ്രണ്ടിലത്തെ വാതിൽ ഡോറിന് ലോക്കാക്കിയിട്ട് വരാം. നമുക്ക് പണി ചെയ്യാം. കണ്ടിന്യൂ ഫോം ആയിട്ട് ഇവിടെയൊക്കെ നമ്മൾ തട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് ശ്രദ്ധിക്കേണ്ട അതവിടെ വീണതാ. ഓക്കെ ഗൈസ്, അപ്പോൾ ഏകദേശം നമ്മളെ പണിയൊക്കെ തീർന്നു. നോക്കാം. ഏകദേശം ഞങ്ങളെ പണിയൊക്കെ തീർന്നു. ഇത്രയല്ലേ വീഡിയോ ഉള്ളൂ? വീഡിയോ ഇത്രയല്ലേ ഉള്ളൂ? ഓക്കെ, അപ്പോൾ നമുക്ക് ഔട്ട്റോ എടുക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒപ്പം പറയാം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.